അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് നല്ലൊരു മത്തി വറ്റിച്ചതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല രുചിയോട് കൂടിയുള്ള ഈ മത്തി വറ്റിച്ചത് എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 5 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത് ഇട്ടുകൊടുക്കാം. ഒരു 10ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, അത് ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്, അത് ഇട്ടുകൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറും കിട്ടും കേട്ടോ. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് അരയാനാവശ്യമായ കുറച്ച് വെള്ളം പാർന്നു കൊടുക്കാം, അത് മതി. ഇനി ഇത് നന്നായിട്ടുണ്ട് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മസാല അരപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ജാറൊന്ന് കഴുകിയെടുത്താണ് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ചിട്ടോ. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞെടുത്താണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ തക്കാളിയാണിത്, അത് അരിഞ്ഞെടുത്താണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 5 അല്ലി കുടമ്പുളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ നമ്മളൊരു അരമണിക്കൂർ ഇട്ട് വെച്ചാൽ കേട്ടോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വാളംപുളിയും പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഞരടി എടുക്കുക. ആ തക്കാളിയും കുടമ്പുളിയൊക്കെ നന്നായിട്ടുണ്ട് ഞരടി എടുക്കുക കേട്ടോ. ഇനി മീൻ വാങ്ങുമ്പോൾ ഇങ്ങനെ മസാല ചേർത്തിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല രുചിയാണ് കേട്ടോ. വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിച്ച് വീഡിയോ കാണുക കേട്ടോ. ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഞരടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതൊന്ന് വരഞ്ഞിട്ട് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ഇതേപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇതിന് ഏത് മീനും പറ്റും കേട്ടോ, പക്ഷെ മത്തിയാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ നമ്മളത് വറ്റിച്ചെടുക്കുമ്പോൾ. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാലകളൊക്കെ നന്നായിട്ട് കയറിക്കോട്ടെ. കാണുമ്പോൾ തന്നെ എന്താ രസം, കഴിച്ചാൽ അതിലേറെ ടേസ്റ്റ് കേട്ടോ. നല്ല പനിഞ്ഞീനുള്ള മത്തിയായിരുന്നു, നല്ല നെയ് മത്തിയാണ് കേട്ടോ. കുറച്ച് വില കൂടുതലാണെങ്കിലും മത്തിയല്ലേ, നല്ല രുചി ഉണ്ടാവും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇതേപോലെ ഒന്ന് ഒതുക്കി വെക്കുക കേട്ടോ, എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. ഇനി സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിൽ കയറ്റി കൊടുക്കാം. പിന്നെ ഇത് മൂടി വെച്ചിട്ട് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം വറ്റി വരുന്ന രീതിക്കാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ തീ ഓവറായിട്ട് കൂട്ടി വെച്ചിട്ട് അതിൽ വെള്ളം വറ്റിച്ച് കളയരുത്. വെന്തതിന് ശേഷം വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ തുറന്നിട്ടൊന്ന് ചുവറ്റി കൊടുക്കണം കേട്ടോ. ഇതേപോലെ കയ്യിലൊന്നിട്ട് ഇളക്കണ്ട, ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഒന്നിങ്ങനെ ചുവറ്റിയാൽ മതി. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മൂടി വെച്ചിട്ടുണ്ട് വേവട്ടെ. ഏകദേശം ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വന്നോളും. നന്നായിട്ട് വറ്റി പോകരുത് കേട്ടോ, ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം വേണം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടോ. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില മേലെ ഇട്ട് കൊടുക്കാം. തീ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ടേ ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. അത് എത്ര സമയം വരെ മൂടി വെക്കാൻ പറ്റുമോ അത്രയും സമയം വരെ നല്ലതാണ് കേട്ടോ. കാരണം ഈ മീൻ വറ്റിച്ചത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. എന്താ മണം എന്നറിയപ്പോൾ തന്നെ മീൻ വറ്റിച്ചത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉണ്ടോ, ഈ ചോറിനൊക്കെ ഇത് മാത്രം മതിട്ടോ കഴിക്കാൻ, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി മീൻ വാങ്ങുമ്പോഴേ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാവരും നല്ല രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മീൻ വറ്റിച്ചതാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.